ഹായ് കൂട്ടുകാരെ, നമുക്ക് ചെറിയ ചാള തോരൻ വയ്ക്കാം. ഇരുമ്പിക്കാപ്പുളി ഇട്ടൊന്ന് വയ്ക്കാം. ഇത്രയും ചാള ഞാനൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു പിടി കൊച്ചുള്ളി, ഒരു ചെറിയ കൂട്ടം ഇഞ്ചി, 2 പച്ചമുളക്, ഒരു കളറിന് വേണ്ടി സ്വല്പം മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു കതുപ്പ് കറിവേപ്പില. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്ത അരപ്പ് നമ്മൾ മീനിനകത്ത് ചേർത്തിട്ടുണ്ട്. 5 ഇരുമ്പിക്കാപ്പുളിയുണ്ട്, അത് ഞാൻ അരിഞ്ഞത് ഇതിനകത്ത് ചേർക്കുകയാണേ. ചെറിയ തക്കാളിപ്പഴം കൂടി ഞാൻ അതിനകത്തോട്ട് അരിഞ്ഞ് ചേർക്കുകയാണ്. കുറച്ച് ഉപ്പ് പൊടി അതിനകത്തോട്ട് ചേർക്കാം. ഇരുമ്പിക്കാപ്പുളിയും ഈ തക്കാളിപ്പഴവും ചേർത്തെന്ന് വിചാരിച്ച് മീനിന് നല്ല പുളി കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഞാനൊരു ചെറിയ കൂട്ടം കുടംപുളിയും കൂടെ ചേർക്കുകയാണ്. പുളി കുറച്ച് മതിയെന്നുള്ളവർ കുടംപുളി ചേർക്കണമെന്നില്ല, ഇതിൻ്റെ പുളി മാത്രം മതി. വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി ചേർക്കാം. ഇനി സ്റ്റൗ ഒന്ന് ഓണാക്കി അടപ്പിലോട്ട് വയ്ക്കാം. അടച്ച് വെച്ച് വറ്റിച്ചെടുക്കാം. മീൻ നല്ലപോലെ ഒന്ന് തിളയ്ക്കുന്നുണ്ട്, നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. വെള്ളമൊക്കെ വറ്റിയൊന്ന് നമുക്കൊന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റി വരുന്നതേ ഉള്ളൂ. ഒന്നുകൂടെ വെള്ളം വറ്റാനുണ്ട്. വെള്ളമെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. പരുവത്തിന് ഉപ്പും പുളിയും ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഉപ്പും പുളിയൊക്കെ കുറവാണ്. പുളി പരുവത്തിനുണ്ട്, ഉപ്പ് കുറവാണ്. നമുക്ക് സ്വല്പം ഉപ്പ് പൊടിയും കൂടെ ഒന്ന് വിതറി കൊടുക്കാം. ഉപ്പും പുളിയും എല്ലാം പരുവത്തിനുണ്ട്. ഇനി ഞാനിതിനകത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ മുള്ള് തൊണ്ടയ്ക്ക് കൊള്ളാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതിനകത്ത് കണ്ട ഇതോ ഇങ്ങനെ ഒന്ന് തട്ടിയെടുക്കുമ്പം അതിൻ്റെ മുള്ളുകളെല്ലാം ഇങ്ങ് വരും. കണ്ടോ, അതിനകത്ത് മുള്ളെല്ലാം വേർതിരിഞ്ഞ് കിടക്കുന്നത്. ആ മുള്ളെല്ലാം നമുക്കിങ്ങനെ എടുത്ത് മാറ്റണം. ഒന്ന് തട്ടിക്കൊടുത്താൽ മതി, അപ്പോഴേക്കും ആ മുള്ളുകളെല്ലാം സെപ്പറേറ്റ് വരും. ഊണിനിങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ ആ മുള്ളുകളെല്ലാം പ്രത്യേകം ഇങ്ങ് പോരും. അപ്പോഴും മീൻ മാത്രം കാണത്തേ ഉള്ളൂ, മീൻ പേര് മാത്രം. അപ്പോഴും മുള്ളു കൊള്ളൂ എന്നുള്ള പേടി വേണ്ട, എല്ലാവർക്കും ധൈര്യമായിട്ട് കഴിക്കാം. ഇതിനകത്ത് ഒരു മുള്ളു പോലും ഇല്ലിനി. ഇതുപോലെ നമ്മൾ സെപ്പറേറ്റ് ഇങ്ങനെ എടുത്ത് സ്പൂണിനൊന്ന് തട്ടി കൊടുക്കുമ്പോൾ ആ മുള്ളു മാത്രം എല്ലാം ഇനി വരും. അത് നമ്മൾ എടുത്ത് മാറ്റിയാൽ മതി. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. കുഞ്ഞുങ്ങൾക്ക് മുള്ളു കൊള്ളുമെന്നൊന്നും പേടിക്കണ്ട. ഇതിലേക്ക് ഒരു സ്വല്പം പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇരുമ്പിപ്പുളി ഇട്ട് വെച്ച മീൻ തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.